ശബരിയുടെ വിശ്വാസത്തിന്റെ കഥ. ദണ്ഡകാരണ്യത്തിലെ കൊടും വനങ്ങളിൽ ശബരി എന്ന എളിയ വൃദ്ധ താമസിച്ചിരുന്നു. ഒരു ഗോത്ര സമൂഹത്തിലാണ് അവർ ജനിച്ചത്. അവർക്ക് സമ്പത്തോ കൊട്ടാരമോ ആഭരണങ്ങളോ ഇല്ലായിരുന്നു. എന്നിട്ടും അവരുടെ ഹൃദയം ശ്രീരാമനോടുള്ള സ്നേഹത്താൽ നിറഞ്ഞു. അവരുടെ ഗുരുവായ മാതംഗമുനി തന്റെ മർത്യശരീരം ഉപേക്ഷിച്ചപ്പോൾ അദ്ദേഹം അവളോട് പറഞ്ഞു, "എന്റെ കുഞ്ഞെ, ഒരു ദിവസം ഭഗവാൻ തന്നെ നിന്റെ കുടിലിൽ വരും. ഭക്തിയോടെ ക്ഷമയോടെ കാത്തിരിക്കുക." അന്നു മുതൽ ശബരി ലളിതമായ വിശ്വാസത്തിൽ ജീവിച്ചു. എല്ലാ ദിവസവും രാവിലെ അവൾ തന്റെ ചെറിയ കുടിൽ തൂത്തുവാരി പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു പഴങ്ങൾ തയ്യാറാക്കി വെക്കുമായിരുന്നു. ഏറ്റവും മധുരമുള്ളത് മാത്രം തന്റെ പ്രിയപ്പെട്ട രാമന് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഓരോ പഴവും രുചിച്ച് മാറ്റിവെക്കുമായിരുന്നു. പലരും അവളുടെ ലാളിത്യത്തിൽ ചിരിച്ചു. പക്ഷേ ശബരി ഒരിക്കലും പ്രതീക്ഷ കൈവിട്ടില്ല. വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ലക്ഷ്മണനോടൊപ്പം ശ്രീരാമൻ സീതയെ അന്വേഷിച്ച് കാട്ടിലൂടെ എത്തി. ശബരിയുടെ ഭക്തിയുടെ സുഗന്ധത്താൽ ആകർഷിക്കപ്പെട്ട് അദ്ദേഹം അവളുടെ കുടിലിലെത്തി. വിറയ്ക്കുന്ന കൈകളോടെ കണ്ണീരോടെയും ശബരി താൻ സ്നേഹപൂർവ്വം ശേഖരിച്ച പഴങ്ങൾ സമർപ്പിച്ചു. രാമൻ സന്തോഷത്തോടെ അവ ഭക്ഷിച്ചു. "ശബരി, നിന്റെ ഭക്തി ഈ പഴങ്ങളെ അമൃതിനേക്കാൾ മധുരമുള്ളതാക്കുന്നു" എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ അവളെ അനുഗ്രഹിച്ചു. അവൾക്ക് മോചനം നൽകി. ശബരി ദിവ്യപ്രകാശത്തിൽ ലയിച്ചു. അവളുടെ ദീർഘമായ ക്ഷമാപൂർവമായ കാത്തിരിപ്പ് സഫലമായി. ദൈവം ആചാരങ്ങളെക്കാളും സമ്പത്തിനേക്കാളും ഭക്തിയെ വിലമതിക്കുന്നു. സ്നേഹം നിറഞ്ഞപ്പോൾ ഏറ്റവും ലളിതമായ വഴിപാട് പോലും ദിവ്യമായി മാറുന്നു. ഭക്തിയിൽ ക്ഷമയോടെ എപ്പോഴും പ്രതിഫലം ലഭിക്കും.